ചിരിക്കല്ലേ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടമാണ്. ജോസിന് എന്തോ ഐഡിയ പറയാണ്ട്. എന്താ ജോസേ? 2001 ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ, അങ്ങനെ വേണമല്ലോ അദ്ദേഹത്തെ വിളിക്കാൻ, എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. അച്ഛനായി പോയതിനിപ്പോ എന്ത് ചെയ്യാനത്? ഈശ്വര ഭഗവാനെ, അച്ഛന് നല്ലത് മാത്രം വരുത്തണേ. അയാളെ ഞാൻ കോടതി കയറ്റും. പക്ഷെ വക്കീലിന് കൊടുക്കാനുള്ള ഒരു ചില്ലി കാശ് പോലെ എൻ്റെ ഇല്ല രാമു. എനിക്ക് ഇനിയിപ്പോ അച്ഛനെന്ന് പറയാനൊക്കെ മകനോടുള്ള കടമ എൻ്റെ അച്ഛനും അമ്മയും തന്ന സ്വത്ത് കുറെ കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നു, അത് കുറെ കൊടുത്തിട്ടുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. കൂടുതൽ സ്വത്ത് കൊടുക്കാഞ്ഞ എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി എൻ്റെ കയ്യിലുണ്ട്. ഇയാളെന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഇയാള് പറഞ്ഞു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അതോടുകൂടി മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരും. അച്ഛനും മകനും എന്നുള്ള ബന്ധത്തെ പറ്റി എല്ലാവരും അറിയേണ്ടി വരും. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? എന്തൊരു സുഖം. വെറുതെ ജോത്സ്യന്മാര് ഇതിന് പിടിവിടാത്തത്. എന്തൊരു സുഖം. എന്റെ ബെഡ്റൂമില് എന്റെ ഭർത്താവിന്റെ കൂടെ എനിക്ക് കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കാണുമ്പോ സാധാരണ ഒരു സ്ത്രീ എന്താ ചെയ്യാ? സാധാരണ ഒരു സ്ത്രീ അവരെ വെട്ടി നുറുക്കും അല്ലേ? നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന അങ്ങനെയല്ലേ? മന്ത്രി സിനിമയിൽ അഭിനയിക്കുന്നതല്ലേ? എന്താ ഉറക്കം വരുന്നു? അങ്ങനെയാണോ ചെയ്യാ? നമ്മള് ഹലോ എന്ന് പറഞ്ഞിട്ട് നമ്മളും കൂടെ ചേർന്ന് അതിന്റെ ഉള്ളിൽ കയറി ഇരിക്കില്ലല്ലോ. ഇവിടുത്തെ പണി പോയി. ഞാൻ അതൊന്നും ചെയ്തില്ല. ഞാൻ മന്ത്രിയെ തൊട്ടില്ല, ആ സ്ത്രീയെ തൊട്ടില്ല. ഞാൻ ആരെയും ഒരു ബാഡ് ആയിട്ടൊന്നും പറഞ്ഞില്ല. ബിക്കോസ് ഐ ആം എ ബിലീവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എടാ, ഇത് സത്യമായ കാര്യമാണോ അതോ അല്ല നോണ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. എനിക്ക് വട്ടാണ്, ഇതെനിക്ക് അറിയായിരുന്നു. എനിക്ക് സംശയ രോഗമാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞു നടക്കുന്നതിന് ആണല്ലോ കൊണ്ട് മാത്രം ഞാൻ ആ ഫോണിൽ അതെല്ലാം പകർത്തി. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. അപ്പൊ ശാന്തനോട് പറഞ്ഞു അവരുടെ ഫോൺ എടുത്ത് മാറ്റി അവരെ തടയെന്ന് പറഞ്ഞു. ശാന്തൻ അത് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഞാനത് എനിക്കറിയായിരുന്നു. അപ്പൊ ഞാൻ ലാസ്റ്റ് ഡയൽ നമ്പർ ലേഖ ചേച്ചി ആക്കിയിട്ടാണ് ഞാൻ പോയത്. ഞാൻ ചേച്ചി വിളിച്ചാൽ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി ഞാൻ ചേച്ചിയെ വിളിക്കുകയാണെന്ന്. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. അവർക്കറിയാം ലേഖ ചേച്ചി എന്ന് പറഞ്ഞാൽ ലേഖ ചേച്ചിനെ എന്നായിരിക്കും വിളിക്കുന്നുണ്ടാവുക. അപ്പൊ അവരൊന്നും മടിച്ചു. അത് ആ ഒരു സെക്കൻഡിൽ ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടിവന്ന് ചേച്ചിയെ വിളിച്ചു. ഞാൻ ചേച്ചി പറഞ്ഞപ്പോ ചേച്ചി പറഞ്ഞു ഉടനെ കൺട്രോൾ റൂമിലേക്ക് വിളിക്കാൻ. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോ അവരെന്നെ ഉപദ്രവിക്കാതിരുന്നതാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പൊന്നു മോനെ.